രണ്ടുപേര് മാത്രമല്ല, ഞങ്ങൾ 5 സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഷെഫീഖ്, സുബൈർ, റെയ്സ്, ഞാൻ, വിഷ്ണു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു +2 സ്കൂൾ സിനിമ ചെയ്യാം എന്ന് ഞങ്ങൾ ഒരു ആലോചന തുടങ്ങുകയും അതിൻ്റെ ഒരു കഥാതന്തു അത് വികസിച്ച് വരുന്ന ഓരോ ഘട്ടത്തിലും വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷൻ ഇങ്ങനെ പോയി അവസാനം ഇത് ഈ +2 സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാമല്ലോ, ഏറ്റവും ചെറിയ ഒരു 100-300 പിള്ളേരുണ്ടാവും. അപ്പോൾ +2 സ്കൂളിൽ ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. അപ്പോൾ സാധാരണ ഒരു 3, 4, 5 ആർട്ടിസ്റ്റിനെ വെച്ച് മാത്രം ചെയ്യേണ്ട സീനുകളല്ലാതെ 100-300 പിള്ളേരെ വെച്ചിട്ടുള്ളൊരു വലിയ ക്യാൻവാസിലൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ സിനിമയിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ എവിടെ എത്തി. അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെന്ന് പറയുന്നതല്ലേ, നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ കൺസീവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഇപ്പോൾ പീറ്റർ കെയ്ൻ വരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ആകെ തുകയാണ് ഇപ്പോൾ നീ കണ്ടത്. നമ്മൾ ഈ അനുഭവിക്കുന്ന ടെൻഷനും ഈ അനുഭവിക്കുന്ന സന്തോഷവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.